എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സങ്കീർണവും എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഒരു വലിയ സത്യത്തെക്കുറിച്ചാണ് ഇന്ന് നാം നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നാം എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പല വിധത്തിലുള്ള പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടാറുണ്ട്. ഇതിൽ ഭൂരിഭാഗം ആളുകളും ഭയപ്പെടുന്നത് പുറത്തുനിന്നുള്ള ശത്രുക്കളെയാണ്. നമ്മുടെ ബിസിനസ് തകർക്കാൻ നോക്കുന്നവർ, സമൂഹത്തിൽ നമ്മെ അപമാനിക്കാൻ നോക്കുന്നവർ, അല്ലെങ്കിൽ നേരിട്ട് ശത്രുത പ്രഖ്യാപിച്ചവർ, ഇങ്ങനെയുള്ള പുറംലോകത്തെ ശത്രുക്കളെ നേരിടാൻ നാം എപ്പോഴും തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. അവരെ പ്രതിരോധിക്കാൻ നാം തന്ത്രങ്ങൾ മെനയുന്നു, ജാഗ്രത പാലിക്കുന്നു. എന്നാൽ നാം കാണാതെ പോകുന്ന അല്ലെങ്കിൽ തിരിച്ചറിയാൻ വൈകുന്ന ഏറ്റവും വലിയൊരു അപകടമുണ്ട്. ഭഗവാന്റെ മുന്നറിയിപ്പും പ്രപഞ്ച സത്യങ്ങളെയും മുൻനിർത്തി നാം നിങ്ങളോട് പറയട്ടെ, ഏറ്റവും വലിയ ആഴത്തിലുള്ള വഞ്ചനയും ചതിയും വരുന്നത് പുറത്തുനിന്നല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം വീടിൻ്റെ പടിവാതിക്കലിൽ നിന്നാണ്. അതായത് നിങ്ങളുടെ ഒപ്പമുള്ളവരിൽ നിന്നാണ്. പുറത്തുള്ള ശത്രുവിൻ്റെ ഉദ്ദേശം ഒരു തുറന്ന പുസ്തകം പോലെ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. കാരണം അവൻ്റെ ശത്രുത പരസ്യമാണ്. എന്നാൽ വീടിനുള്ളിലെ ശത്രു അങ്ങനെയല്ല. അവർ നിഷ്കളങ്കമായ മുഖംമൂടി ധരിച്ച് നമ്മോട് ചിരിച്ച് സംസാരിച്ച് ഒരേ മേശയിലിരുന്ന് ഭക്ഷണം പങ്കിട്ട് നമ്മുടെ വേരുകളെ പതിയെ പതിയെ ദ്രവിപ്പിച്ചു കളയുന്നു. നാം മനസ്സിലാക്കുക, അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് അസൂയയുടെയും വെറുപ്പിൻ്റെയും കൊടും വിഷമാണ്. വീട്ടിലെ ശത്രു എന്നത് സാവധാനം ശരീരം മുഴുവൻ കാർന്നു തിന്നുന്ന ഒരു മാരക രോഗം പോലെയാണ്. നാം അത് തിരിച്ചറിയുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിപ്പോയിരിക്കും. ഈ ശത്രു ചിലപ്പോൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുവാകാം, സുഹൃത്താവാം, സ്വന്തം സഹോദരങ്ങളാവാം, അല്ലെങ്കിൽ ജന്മം തന്ന മാതാപിതാക്കൾ പോലുമാകാം. അവർ നിങ്ങളുടെ ദുർബലതയാണ് നിങ്ങൾക്ക് നേരെ ആയുധമാക്കുന്നത്. നിങ്ങളുടെ മൗനത്തെ അവർ ഭയമായി ചിത്രീകരിക്കുന്നു. ഇത്തരമൊരു ഗൗരവമേറിയ സാഹചര്യത്തെ എങ്ങനെ തിരിച്ചറിയാമെന്നും എങ്ങനെ അതിജീവിക്കാമെന്നും പ്രപഞ്ച സൂചനകൾ വഴി നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ മനസ്സിൻ്റെ നന്മയും നിങ്ങളുടെ കർമ്മഫലവും നിങ്ങൾ നടത്തുന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനകളും വഴിപാടുകളും കൊണ്ടാണ് ഭഗവാൻ ഇത്തരത്തിലുള്ള സൂചനകൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ ചതിയും പ്രവൃത്തികളും കൊണ്ട് ജീവനും നഷ്ടപ്പെട്ട എത്രയോ ആളുകൾ നമുക്കിടയിലുണ്ട്. ഇത്തരം സൂചനകളെ അവഗണിക്കുകയോ ഇങ്ങനെയുള്ള വിഷപ്പാമ്പുകൾക്കിടയിൽ ജാഗ്രതയില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്താൽ നിങ്ങളുടെ ജീവിതം തന്നെ നരകതുല്യമായൊരു കാലഘട്ടത്തിലൂടെയായിരിക്കും ചിലപ്പോൾ ജീവഹാനി വരെ സംഭവിക്കാവുന്ന ഒരവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ജീവിതത്തിനും ജീവനും ഭീഷണിയാകുന്ന ഇത്തരം ആന്തരിക ശത്രുക്കളെ കൃത്യമായി തിരിച്ചറിയണമെന്ന് പ്രപഞ്ചം പറയുന്നത്. നമ്മുടെ പ്രകൃതിയും പ്രപഞ്ചവും എല്ലാ അപകടങ്ങൾക്കും മുൻപ് കൃത്യമായ സൂചനകൾ നൽകാറുണ്ട്. ഭൂകമ്പവും പേമാരിയും പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാവുന്നതിന് മുൻപ് പ്രകൃതി കാണിക്കുന്ന മാറ്റങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിലെ ദുരന്തങ്ങൾക്ക് മുൻപും പ്രപഞ്ചം ലക്ഷണം കാണിക്കും. എന്നാൽ നാം അത് വേണ്ട രീതിയിൽ കാണുന്നില്ല, അതിനെ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നത് ഏറ്റവും വലിയ ദൗർഭാഗ്യമായ കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ പ്രപഞ്ചവുമായി ആഴത്തിലുള്ള ബന്ധമുണ്ട്. നാം ഈ പ്രപഞ്ചത്തിലേക്ക് തന്നെ അലിഞ്ഞു ചേരേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന പ്രപഞ്ചശക്തിയിൽ നിന്നുണ്ടാകുന്ന ഇത്തരം സൂചനകളെ വേണ്ട രീതിയിൽ വിലയിരുത്തുക. നിങ്ങളുടെ ജീവിതവും ജീവനും കുടുംബവും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം മറ്റാർക്കുമല്ല, അത് നിങ്ങൾക്ക് തന്നെയാണ്. താൻ പാതി ദൈവം പാതി എന്ന് പറയാറില്ലേ? സ്നേഹം നിറഞ്ഞവരെ, ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ വാളുകൾ കൊണ്ടല്ല, ആയുധങ്ങൾ കൊണ്ടുമല്ല നേരിടേണ്ടത്, മറിച്ച് തന്ത്രജ്ഞതയും നയങ്ങളും കൊണ്ടാണ് വിജയിക്കേണ്ടത്. നിങ്ങളുടെ വിജയത്തിലേക്ക് നിങ്ങൾക്കെതിരെ തിരിയുന്ന ആളുകളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്കെതിരെ വാളും പരിചയവുമായി യുദ്ധത്തിന് ഇറങ്ങുകയല്ല വേണ്ടത്. അങ്ങനെയുള്ളവരെ കായികമായി നേരിടുകയല്ല വേണ്ടത്. പകരം അവരെ നിങ്ങൾ പഠിക്കുക, അവരുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് രഹസ്യമായി വിലയിരുത്തുക. അതേസമയം നിങ്ങളുടെ ജീവിതത്തിലെ പോരാട്ടങ്ങൾ നിങ്ങൾ തുടരുക. നിങ്ങളുടെ ജീവിതം ഉയർച്ചയിൽ എത്തിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നിങ്ങളുടെ ജീവിതം തകർക്കാൻ അകത്തും പുറത്തും ആളുണ്ടെന്ന തിരിച്ചറിവ് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പകുതി വിജയമാണ്. പുറത്തുള്ള ശത്രുവിനേക്കാൾ നാം ഭയക്കേണ്ടത് അകത്തുള്ള ശത്രുവിനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സൂചനകൾ നിങ്ങളിലേക്ക് എത്തുന്നത്. നിങ്ങളിൽ ആരോ ഒരു ശത്രു നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങളെ വലിയ രീതിയിൽ വഞ്ചിക്കാൻ പോകുന്നുണ്ട്. അയാളെ തിരിച്ചറിയുക. അതൊരു പക്ഷേ നിങ്ങളുടെ ബിസിനസ്സിലോ ജോലിയിലോ കുടുംബത്തിലോ ഏത് മേഖലയിലോ ആയിക്കൊള്ളട്ടെ, ആ മേഖലയിൽ നിങ്ങളെ തകർത്ത് തരിപ്പണമാക്കാനുള്ള ഒരു വലിയ ഗൂഢാലോചന അവിടെ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്, ആ ചൈതന്യം നിങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സൂചനകൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്ര എളുപ്പമൊന്നും ശത്രുക്കൾക്ക് നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തി തന്നെയാണ്, നിങ്ങളുടെ വഴിപാടുകളുടെ ശക്തി തന്നെയാണ്. ആ ഭഗവാന്റെ കവചം നിങ്ങൾക്കൊപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോകണം. ഇത്തരം സൂചനകളെ വേണ്ട രീതിയിൽ വിലയിരുത്തുക. ഇതിനെ ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടുകൂടി കേട്ട് തള്ളിക്കളയാതിരിക്കുക. ഇതിന് വേണ്ട പരിഹാര മാർഗ്ഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുക. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കുക, നെഗറ്റീവ് ഊർജ്ജം ധാരാളം ഉണ്ടാവാം. അത് ഇത്തരം ശത്രുക്കളിൽ നിന്നും കണ്ണേറ്, പ്രാക്ക്, മറ്റ് ആഭിചാര ക്രിയകളിലൂടെയെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത് നമ്മുടെ ജീവിതത്തെ
പ്രതികൂലമായി ബാധിക്കും. നിങ്ങൾ ഇത്തരത്തിലുള്ള ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, മറ്റ് ആഭിചാര ക്രിയകളാൽ ബുദ്ധിമുട്ടുന്നവരാണ് എങ്കിൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലും വിശേഷാൽ ദിവസങ്ങളിലും ശക്തിയേറിയ പൂജാ വഴിപാടുകൾ നടക്കുന്നുണ്ട്. ഇത്തരം പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി, അതായത് ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, മറ്റ് ആഭിചാര ക്രിയകളാൽ നിങ്ങളിലേക്ക് വരുന്ന എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കി സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ്. അതിനായി നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ക്ഷേത്രദർശനം നടത്താൻ സാധിക്കാത്ത പല ആളുകളും നമുക്കിടയിലുണ്ട്. അത്തരം ആളുകളിലേക്ക് ഈ അധ്യായം ഷെയർ ചെയ്യുക. അതിൽപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളിലും ബന്ധുമിത്രാദികളിലും എല്ലാം ഉണ്ടാവും. അവരിലേക്ക് ഈ ഒരു അധ്യായം എത്തുന്നതോടെ അവർക്കും നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുന്നതിനും അവരുടെ ജീവിതത്തിലെ ദോഷങ്ങളെല്ലാം തീർത്ത് ഐശ്വര്യപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. നിങ്ങൾ എന്നത്തെയും പോലെ ഈ ഒരു അധ്യായത്തിന് നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ സന്തോഷം. നാം മനസ്സിലാക്കുക, വീട്ടിലെ ശത്രു ആദ്യം തന്നെ ക്രമീകരിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളെയാണ്. നിങ്ങൾക്ക് അവരോട് നോ എന്ന് പറയാൻ കഴിയില്ലെന്നും അവരെ തിരുത്താൻ നിങ്ങൾക്ക് കഴിയില്ലെന്നും അവർക്ക് നന്നായി അറിയാം. അവർ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും നിങ്ങളുടെ സ്വപ്നങ്ങളെയും വീണ്ടും വീണ്ടും പ്രഹരിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മാനസികാവസ്ഥയും വികാരങ്ങളും സ്ഥിരമാണെങ്കിൽ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നിങ്ങളെ ഇളക്കുവാൻ കഴിയില്ല. അവർ നിങ്ങളെ പരിഹസിക്കുമ്പോൾ ആ പരിഹാസങ്ങളെ നിങ്ങളുടെ വിജയത്തിനുള്ള ഇന്ധനമാക്കുക. നിങ്ങളെക്കൊണ്ട് ഇനിയും കഴിയില്ല എന്ന് അവർ പറയുമ്പോൾ ആ വാക്കുകളിൽ ഒരു വെല്ലുവിളിയായി സ്വീകരിക്കുക. നിങ്ങൾക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിക്കുക. അവരുടെ പ്രഹരങ്ങൾ നിങ്ങളെ ദുർബലമാക്കുകയല്ല, മറിച്ച് ഉരുക്കുപോലെ ശക്തമാക്കുകയാണ് വേണ്ടത്. ഈ തിരിച്ചറിവുകൾ ഇല്ലാത്തതുകൊണ്ടാണ് പല ആളുകൾക്കും ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നത്. ഇത്തരം സൂചനകളെ വിലയിരുത്തി അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ആശയം കൊണ്ടും ബുദ്ധി കൊണ്ടും നേരിടണം. നിങ്ങളുടെ മനസ്സിന് ശക്തി പകരുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അല്ലായെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയേക്കാം. അത്രയേറെ മനസ്സിൽ വിഷം കൊണ്ട് നടക്കുന്ന ആളുകളാണവർ. കാരണം നിങ്ങളുടെ ഉയർച്ചയിലും വളർച്ചയിലും നേട്ടങ്ങളിലുമെല്ലാം അവർക്ക് കടുത്ത അസൂയയും വെറുപ്പും ദിനംപ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ എപ്പോഴും ചില ആളുകൾ നിഷ്പക്ഷരായി നിൽക്കുന്നുണ്ടാവാം. അവരെ നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരിക. പക്ഷേ അത് വലിയ പ്രചരണത്തിലൂടെയോ നിർബന്ധത്തിലൂടെയോ ആകരുത്. നിങ്ങളുടെ സത്യസന്ധതയും നല്ല സ്വഭാവം കണ്ട് അവർ സ്വയം നിങ്ങളെ സ്വാധീനിക്കപ്പെടണം. ശത്രുക്കൾ നിങ്ങളെ നിരന്തരം മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ത്തിക്കെട്ടുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തികൾ നീതിയുക്തമാണെന്ന് മറ്റുള്ളവർ കാണുമ്പോൾ അവർ സ്വയം നിങ്ങളുടെ പക്ഷം ചേരും. ഇതൊരു നിശബ്ദ വിജയമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രപഞ്ചം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ കായികമായി നേരിടാൻ പോയാൽ പ്രപഞ്ചശക്തി നിങ്ങൾക്കൊപ്പം നിലകൊള്ളുകയില്ല. പ്രപഞ്ചമെന്നും സത്യത്തിനൊപ്പം മാത്രം നിലകൊള്ളുന്ന ഒന്നാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ശത്രു എത്ര വലിയ ശക്തനായാലും എത്ര വലിയ ധനികനായാലും ഈ പ്രപഞ്ചത്തിന് മുന്നിൽ അവരൊന്നുമല്ല. അതുകൊണ്ടാണ് നാം നേരത്തെ പറഞ്ഞത്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ നിങ്ങൾ ഭഗവാനോട് പറയുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ആരുടെയും പേരെടുത്ത് പ്രാർത്ഥിക്കുവാൻ പാടില്ല. ചില വ്യക്തികളെ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവർ നശിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കുവാൻ പാടില്ല. അത്തരം പ്രാർത്ഥനകൾക്ക് നിങ്ങൾക്ക് മറുപടി ലഭിക്കുക മാത്രമല്ല, അതിന് നിങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരും. അത്തരം പ്രാർത്ഥനകളെ ഭഗവാൻ ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല. നിങ്ങൾ മനസ്സിൽ കരുതുന്ന എല്ലാവരും നിങ്ങളുടെ ശത്രുക്കളാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രാർത്ഥനകൾ ഒഴിവാക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളുടെ വിജയത്തിനും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടിയാണ്. ഈ ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ്. അല്ലാതെ മറ്റൊരാളുടെ ജീവിതം തകരുവാനോ മറ്റൊരാളുടെ കണ്ണീര് കാണുവാനോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റവും വലിയ കുറ്റം തന്നെയാണ്. നിങ്ങളുടെ ശത്രു എത്ര വലിയ തന്ത്രജ്ഞനായാലും അവരുടെ ഭാഗത്ത് നിന്ന് ഒരു ദിവസം ഒരു വലിയ തെറ്റ് സംഭവിക്കും. ആ നിമിഷത്തിനായി ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കണം. അവർ തങ്ങളുടെ തന്ത്രങ്ങൾ വിജയിക്കുന്നു എന്ന് കരുതി അഹങ്കരിക്കട്ടെ. അഹങ്കാരം വരുമ്പോഴാണ് മനുഷ്യൻ ഏറ്റവും വലിയ തെറ്റുകൾ വരുത്തുന്നത്. അവൻ്റെ കള്ളമുഖത്തിൻ്റെ വിള്ളലുകൾ ലോകം കാണുന്ന ഒരു ദിവസം വരും. ഒരൊറ്റ നീക്കത്തിലൂടെ അവൻ്റെ എല്ലാ തന്ത്രങ്ങളും പരാജയപ്പെടുന്ന അവസരം വരും. അതിനായി അങ്ങേയറ്റം ക്ഷമയോടെ കാത്തിരിക്കുക തന്നെ വേണം. നിങ്ങൾക്കൊപ്പം പ്രപഞ്ചമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയുണ്ട്. അല്ലാതെ എല്ലാത്തിനും ധൃതി പിടിച്ച് നിങ്ങളുടെ ജീവിതത്തെ തന്നെ വഴിയാധാരമാക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ പോവരുത്. കാരണം അവർ അങ്ങേയറ്റം വിഷം നിറഞ്ഞ ആളുകളാണ്. അവർക്കൊപ്പം അത്തരം ദുഷ്ടരായ ഒരുപാട് ആളുകളെ അവർ കൂടെ കൂട്ടിയിട്ടുണ്ടാവും. ഇത്തരം നീചമായ പ്രവൃത്തികൾ ചെയ്യുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്നും ദുഷ്ടശക്തികളുടെ ദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതിനായി നാം ചില പരിഹാര മാർഗങ്ങൾ പറഞ്ഞു തരാം. നിങ്ങളുടെ ജീവിതം തകർക്കുക എന്നത് നിങ്ങൾക്കൊപ്പമുള്ള ആളുകളുടെ ഏറ്റവും വലിയ ലക്ഷ്യം തന്നെയായിരിക്കാം. അതോടൊപ്പം തന്നെ പുറമേയുള്ള ശത്രുക്കളും. ഇവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ അത് വലിയ ദുഷ്പ്രവൃത്തികളിലേക്ക് പോകും. അത് നിങ്ങളുടെ ജീവിതത്തെ വല്ലാത്ത രീതിയിൽ ഉലയ്ക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയം വേണ്ട. അവർ സ്വീകരിക്കുന്ന മാർഗ്ഗമെല്ലാം നീചമായ മാർഗ്ഗങ്ങൾ തന്നെയായിരിക്കും. ദുഷ്ടശക്തികളെ അവർ കൂട്ടുപിടിക്കും. അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തരാകുന്നതിനായി തന്നെയാണ് ഭഗവാൻ ഇത്തരം സൂചനകൾ നൽകുന്നത്. അവർ ഏത് മാർഗം വേണമെങ്കിലും സ്വീകരിച്ചു കൊള്ളട്ടെ. നിങ്ങൾ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുഞ്ജയ ഹോമവും ജലധാര പോലുള്ള വഴിപാടുകളും ചെയ്യുക. നിങ്ങൾ ഈ അധ്യായം കേൾക്കുന്ന നിമിഷം തന്നെ
ഭഗവാന്റെ നാമം ഓം നമഃശിവായ എന്ന് കമൻ്റായി രേഖപ്പെടുത്തുക. ആ നാമത്തിൽ തന്നെ ധാരാളം പോസിറ്റീവ് ഊർജ്ജമുണ്ട്. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും സന്തോഷവും എല്ലാം നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു വെളിച്ചമാവും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഇടവമാസം കഴിയുന്നതിന് മുൻപ് നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കുലദേവതയുടെ അനുഗ്രഹം കുറയുന്നതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഇത്തരം ധാരാളം പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അധ്യായം നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അത് കാണാനുള്ള മനസ്സ് നിങ്ങൾക്ക് നൽകിയത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ഭഗവാന്റെ കവചം നിങ്ങൾക്കൊപ്പം ഇപ്പോഴുമുണ്ട്. ആ ചൈതന്യം നിങ്ങൾ ജീവിതത്തിൽ നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായും ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ഇടവമാസം കഴിയുന്നതിന് മുൻപ് ദേവീക്ഷേത്രത്തിൽ ചെന്ന് രക്തപുഷ്പാഞ്ജലി വഴിപാടുകൾ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇത്തരം ദുഷ്ടശക്തികൾ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. അത്തരം തടസ്സങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകുന്നതിനായി നാളികേരമുടച്ച് പ്രാർത്ഥിക്കുക. ദേവീക്ഷേത്രത്തിലോ അല്ലായെങ്കിൽ ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിലോ ചെന്ന് നാളികേരമുടച്ച് തടസ്സങ്ങൾ നീക്കി മുന്നോട്ട് പോവുക. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും നിങ്ങൾ ഇത്തരത്തിൽ നേരിടണം. അല്ലാതെ കായികമായി നേരിടാൻ ഇറങ്ങിയാൽ നിങ്ങൾക്കൊപ്പം പ്രപഞ്ചവും ഉണ്ടാവുകയില്ല, നിങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന ആളുകളും ഉണ്ടാവുകയില്ല. നിങ്ങൾ നേരായ വഴിയിൽ സഞ്ചരിക്കുക. ഒരിക്കലെങ്കിലും നാം തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നാൽ പിന്നീട് ഒരുപാട് ദൂരം നമ്മൾ ആ തെറ്റായ പാതയിലൂടെ തന്നെ സഞ്ചരിക്കേണ്ടി വരും. തിരുത്താൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുവരെ ജീവിച്ചു വന്ന അതേ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. യാതൊരു കാരണവശാലും തെറ്റുകൾ ചെയ്യാതിരിക്കുക. എത്ര തന്നെ വലിയ ശത്രുവായാലും അവരിൽ നിന്ന് മാറി താമസിക്കുക. അവർക്ക് മാപ്പ് നൽകുക എന്ന് കരുതി അവരെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കരുത്. അവരോട് ഒരു അകലം പാലിച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതം സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. മറ്റുള്ളവരെല്ലാം നിങ്ങളുടെ തകർച്ച കണ്ട് ചിരിക്കുന്നവരാണ്. ചുരുക്കം ചില ആളുകൾ മാത്രമേ നിങ്ങളുടെ വേദനകളിൽ ആത്മാർത്ഥമായി പങ്കാളിയാവുകയുള്ളൂ. നിങ്ങൾക്കൊപ്പം നിൽക്കുന്നവർ തന്നെയാണ് നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തുന്നത്. ശത്രുവിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നിങ്ങളുടെ അവഗണന തന്നെയാണ്. വാക്കുകൾ കൊണ്ടല്ല, തർക്കങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കി ആ വ്യക്തിയെ ജീവിതത്തിൽ നിന്ന് പതിയെ മാറ്റി നിർത്തുക. നിങ്ങളുടെ സന്തോഷത്തെയോ മുന്നോട്ടുള്ള പ്രയാണത്തെയോ ബാധിക്കാൻ അവരെ അനുവദിക്കരുത്. നിങ്ങളെക്കുറിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്ന ശത്രുവിനെ നേരിടാൻ അതേ നുണകൾ തിരിച്ച് പ്രയോഗിക്കരുത്. പകരം അവർ നിങ്ങളെ അഹങ്കാരി എന്ന് വിളിച്ചാൽ നിങ്ങൾ ഈ ലോകത്തിന് മുന്നിൽ അങ്ങേയറ്റം വിനയത്തോടെ പെരുമാറുക. അപ്പോൾ ആ വ്യക്തി ഒരു നുണയനാണെന്ന് ആളുകൾ സ്വയം ബോധ്യപ്പെടും. അത് യുദ്ധം ചെയ്യാതെ വിജയം നേടുന്ന രീതി തന്നെയാണ്. ശത്രുക്കൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ തളരണമെന്നാണ്. എന്നാൽ നിങ്ങൾ നിശബ്ദമായി നിങ്ങളുടെ ജോലികൾ തുടരുക. നിങ്ങളുടെ സാമ്രാജ്യം കെട്ടിപ്പടുക്കുക. നിങ്ങൾ വിജയത്തിൻ്റെ പടവുകൾ കയറുമ്പോൾ ശത്രുവിൻ്റെ ശബ്ദം താനെ ഇല്ലാതാകും. നിങ്ങളുടെ വിജയം തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി. കുടുംബത്തിനകത്തും പുറത്തുമുള്ള ശത്രുക്കൾ നമ്മെ പരമാവധി പുറകോട്ട് വലിച്ചേക്കാം. ഒരു തരത്തിലും നാം വിജയിക്കാത്ത വിധം നമ്മെ തളർത്തിയേക്കാം. എന്നിരുന്നാലും ഇഴഞ്ഞുകൊണ്ടായിരുന്നാലും നാം പതുക്കെ വിജയത്തിൽ എത്തുക തന്നെ ചെയ്യണം. ഈ സന്ദേശം കേൾക്കുന്ന നിമിഷം മുതൽ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. ശത്രുക്കൾ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. തക്കം പാർത്ത് ആക്രമിക്കാൻ നിൽക്കുകയാണ് എന്ന ബോധം എപ്പോഴും നിങ്ങൾക്ക് വേണം. സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, ഇപ്പോൾ തീരുമാനം നിങ്ങളുടെ കൈകളിലാണ്. ബന്ധങ്ങളുടെ മറവിൽ സ്നേഹത്തോടെ നൽകുന്ന ആ കൊടും വിഷം എന്നും കഴിച്ചുകൊണ്ട് ഇരയായി ജീവിക്കണമോ, അതോ ആ വിഷത്തെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റി മുന്നോട്ട് കുതിക്കണമോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ശത്രു സ്വന്തം വീട്ടിൽ തന്നെയാകുമ്പോൾ പോരാട്ടം വളരെ കഠിനമാണ്, വേദനാജനകമാണ്. പക്ഷേ ബുദ്ധി കൊണ്ടും തന്ത്രം കൊണ്ടും ആത്മസമീപനം കൊണ്ടും നമുക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കാൻ സാധിക്കും. നിങ്ങൾ നിശബ്ദനായിക്കൊണ്ട് ഈ തന്ത്രങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഒരു ദിവസം ആ ശത്രു അവൻ നിങ്ങൾക്കായി ഒരുക്കിയ സ്വന്തം കെണിയിൽ തന്നെ വീഴും. അന്ന് നിങ്ങൾ അവർക്കെതിരെ ഒരു വാക്കുപോലും പറയേണ്ടി വരില്ല. നിങ്ങളുടെ ആ നിശബ്ദതയും വിജയം തന്നെയാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തുണയായി പ്രപഞ്ചശക്തിയുണ്ട്, നിങ്ങളുടെ കുലദേവതയുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനുണ്ട്. അതുകൊണ്ട് അന്തിമ വിജയം നിങ്ങൾക്കൊപ്പം തന്നെയായിരിക്കും. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ നിന്ന് ഇത്തരം ദുഷ്ടശക്തികളെല്ലാം തന്നെ അകന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും കടന്നു വരട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. നന്ദി, നമസ്കാരം.